മോർഗൻ ഹോസലിൻ്റെ പണത്തിൻ്റെ മനഃശാസ്ത്രം ദ സൈക്കോളജി ഓഫ് മണി പാർട്ട് 2 ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യത്തെ പാഠം എന്താണെന്ന് വെച്ചാൽ നോ വൺ ഈസ് ക്രേസി. ഇത് കേൾക്കുമ്പോൾ സ്വന്തം പണം കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് സന്തോഷം തോന്നാം. അതോടൊപ്പം മറ്റുള്ളവർ അതിന് സ്വീകരിക്കുന്ന രീതിയെ കുറ്റപ്പെടുത്താൻ തോന്നുകയുമില്ല. ഏറെ വിശേഷപ്പെട്ട രീതിയിലാണ് ചിലർ പണം കൈകാര്യം ചെയ്യുക. ഇതാണ് കാര്യം. ഒരാൾ ഉൾക്കൊള്ളുന്ന പാഠം വിവിധ വസ്തുതകളെ അനുസരിച്ചിരിക്കും. അതായത് പല തലമുറകളിൽ ജനിച്ചവരുണ്ടാകും, വ്യത്യസ്തമായ മൂല്യങ്ങളുള്ള, പല നിലവാരത്തിലുള്ള വരുമാനം ലഭിക്കുന്ന മാതാപിതാക്കളെ വളർത്തപ്പെട്ടവരുണ്ടാകാം. അതായത് ദാരിദ്ര്യത്തിൽ വളർന്ന ഒരാൾ പ്രതിസന്ധികളെ നേരിടുന്നതിനെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചും ചിന്തിക്കുന്ന രീതി പോലെ ആവില്ല ധനികനായ ഒരു വ്യക്തി ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും. രണ്ടാമത്തെ പാഠം എന്താണെന്ന് വെച്ചാൽ ലക്ക് ആൻഡ് മിസ്ഫോർച്യൂൺ. ലക്ക് ആൻഡ് മിസ്ഫോർച്യൂൺ ഇവ സഹോദരങ്ങളാണ്. ജീവിതത്തിലെ ഓരോ അനുഭവത്തിലും നമ്മെ നയിക്കുന്നത് സ്വന്തം പരിശ്രമം മാത്രമല്ലെന്നാണ് ഇവ രണ്ടും പഠിപ്പിക്കുന്നത്. ഇത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന ഒരു സ്റ്റോറിയാണ് ബിൽ ഗേറ്റ്സിൻ്റേത്. കമ്പ്യൂട്ടർ സ്വന്തമായി ഉണ്ടായിരുന്ന ലോകത്തിലെ അപൂർവം ഹൈസ്കൂളിൽ ഒന്നിലാണ് ബിൽ ഗേറ്റ്സ് പഠിച്ചത്. സിയാറ്റലിനു വെളിയിലുള്ള ലേക്ക് സൈഡ് സ്കൂളിന് കമ്പ്യൂട്ടർ കിട്ടിയത് തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബിൽ ഗേറ്റ്സിന് ലഭിച്ച അത്രയും ഉയർന്ന നിലവാരത്തിലുള്ള കമ്പ്യൂട്ടർ മിക്ക യൂണിവേഴ്സിറ്റികളിൽ പോലും അന്ന് ഉണ്ടായിരുന്നില്ല. ബിൽ ഗേറ്റ്സിന് അത് എത്ര ഉപയോഗിച്ചാലും മതിയായിരുന്നില്ല. 1968 13ാമത്തെ വയസ്സിലാണ് ഗേറ്റ്സ് സഹപാഠിയായ പോൾ അലനെ പരിചയപ്പെടുന്നത്. സ്കൂളിലെ കമ്പ്യൂട്ടറിൽ 2 പേർക്കും ഉണ്ടായിരുന്ന താല്പര്യമാണ് അവരെ അടുപ്പിച്ചത്. സ്കൂളിൽ അന്ന് കമ്പ്യൂട്ടർ പഠന വിഷയം ആയിരുന്നില്ല. അത് സ്വതന്ത്രമായി പഠിക്കാനുള്ള ഒരു സൗകര്യം കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ബില്ലിനും പോളിനും അത് സൗകര്യം പോലെ ഉപയോഗിക്കാനായി. ഒഴിവു സമയങ്ങളിൽ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് അതിന്മേൽ പലതും ചെയ്തു നോക്കാൻ തുടങ്ങി. സ്കൂൾ സമയം കഴിഞ്ഞും രാത്രിയിൽ എല്ലാം അവരതിൽ പണിയെടുത്തു. താമസിയാതെ അവർ അതിൽ വിദഗ്ധരായി. ഒരു രാത്രി അവർ കമ്പ്യൂട്ടറിൽ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബിൽ തന്നെ ഒരു ഫോർച്യൂൺ മാസിക കാണിച്ചു തന്നത് അലൻ ഓർക്കുന്നുണ്ട്. ഗേറ്റ്സ് ചോദിച്ചു, ഒരു ഫോർച്യൂൺ 500 കമ്പനി നടത്തുന്നതിനെപ്പറ്റി എന്തു തോന്നുന്നു? അലന് അത്തരം കാര്യങ്ങളെപ്പറ്റി യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം നമുക്ക് സ്വന്തമായൊരു കമ്പ്യൂട്ടർ കമ്പനി ഉണ്ടായേക്കാം. 1 മില്യണിൽ ഒരാൾക്ക് മാത്രമാണ് ഒരു കമ്പ്യൂട്ടർ സമ്പാദിക്കാനുള്ള ധനശക്തിയും ദീർഘദൃഷ്ടിയുമുള്ള ഒരു സ്കൂളിൽ പഠിക്കാൻ സാധിച്ചത്. ബിൽ ഗേറ്റ്സ് അതിൽ ഒരാളായി. അതുപോലെ തന്നെ ഗേറ്റ്സിൻ്റെ സുഹൃത്ത് കെൻറ്റ് വാൻസിൻ്റെ ഒരു സ്റ്റോറിയുണ്ട്. ബിൽ ഗേറ്റ്സും പോൾ അലനും മൈക്രോസോഫ്റ്റ് പ്രശസ്തമായതോടെ ലോകത്താകമാനം അറിയപ്പെടുന്നവരായി. എന്നാൽ ലേക്ക് സൈഡ് സ്കൂളിൽ അവരുടെ കൂടെ വേറെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, അവരെ പോലെ തന്നെ കമ്പ്യൂട്ടർ വൈദഗ്ധ്യമുള്ളവനായിട്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബിൽ ഗേറ്റ്സും കെൻറ്റ് വാൻസും അടുത്ത സുഹൃത്തുക്കളായത്. ഗേറ്റ്സിൻ്റെ അഭിപ്രായത്തിൽ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കൻ ഇവാൻസ് ആയിരുന്നു. ഗേറ്റ്സിനെയും അലനെയും പോലെ തന്നെയുള്ള കമ്പ്യൂട്ടർ നൈപുണ്യം ഇവാൻസിനും ഉണ്ടായിരുന്നു. ബിൽ ഗേറ്റ്സിനെ പോലെയുള്ള സംരംഭകത്വര കെൻറ്റിനും ഉണ്ടായിരുന്നു. അവർ അതിനെക്കുറിച്ച് പരസ്പരം സംസാരിക്കുമായിരുന്നു, സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുമായിരുന്നു. എന്നാൽ ഹൈസ്കൂൾ വിടുന്നതിന് മുമ്പ് തന്നെ കെൻറ്റ് മലകയറ്റത്തിനിടെ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞു. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഗേറ്റ്സിനോടും അലനോടും കൂടി കെൻറ്റും മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകനിൽ ഒരാളായേനെ. 1 മില്യണിൽ ഒരാളെന്ന ഭാഗ്യം ബിൽ ഗേറ്റ്സിനെ തേടി വന്നത് ലേക്ക് സൈഡിൽ പഠിക്കാൻ അവസരം നൽകിക്കൊണ്ടാണ്. പക്ഷേ കെൻറ്റിനുണ്ടായത് 1 മില്യണിൽ ഒരാൾക്കുണ്ടാകാവുന്ന അപകടമാണ്. അതോടെ ബിൽ ഗേറ്റ്സിനോടൊപ്പം ചെയ്യാൻ ആലോചിച്ചിരുന്ന കാര്യങ്ങളും നഷ്ടമായി. ഒരേ ശക്തി, ഒരേ പ്രഭാവം, പക്ഷേ വിപരീത ദിശകളിൽ പ്രവർത്തിച്ചെന്ന് മാത്രം. ജീവിതത്തിൽ നേടുന്നതെല്ലാം സ്വന്തം പരിശ്രമം കൊണ്ട് മാത്രമല്ല എന്നതിനുള്ള തെളിവാണ് ലക്ക് ആൻഡ് മിസ്ഫോർച്യൂൺ. അവ തമ്മിൽ വലിയ സാമ്യമാണുള്ളത്. അതിനാൽ ഒന്നിൽ വിശ്വസിക്കുന്നവർ മറ്റേതിലും വിശ്വസിച്ചേ പറ്റൂ. ഈ ലോകം അത്യധികം സങ്കീർണമായതുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തികളുടെ 100% അതേപോലെ തന്നെയുള്ള ഫലങ്ങൾ നൽകുമെന്ന് കരുതാനാവില്ല. ലക്ക് ആൻഡ് മിസ്ഫോർച്യൂൺ ഇവ രണ്ടും അളക്കാനോ സ്വീകരിക്കാനോ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അവ അധികവും അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്തിലെ ഓരോ ബിൽ ഗേറ്റ്സിനുമൊപ്പം
ഒരു കെൻറ്റ് വാൻസ് കൂടി ഉണ്ടായിരിക്കും. രണ്ടുപേരും ഒരേപോലെ കഴിവുള്ളവരും ഉത്തേജിതരുമായിരുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ ചൂതാട്ടത്തിൽ അവർ വിപരീത ദിശകളിൽ ചെന്നുചേർന്നു. മൂന്നാമത്തെ പാഠം എന്താണെന്ന് വെച്ചാൽ നെവർ ഇനഫ്. ആവശ്യത്തിന് സമ്പാദ്യം നമുക്ക് ഉണ്ട് എങ്കിൽ അതിൽ തൃപ്തിപ്പെടണം എന്നാണ് ഇതിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത്. നേട്ടങ്ങളോടൊപ്പം ആഗ്രഹങ്ങളും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് എങ്കിൽ കൂടുതൽ നേടാൻ ശ്രമിക്കുന്നതിൽ യാതൊരു ന്യായീകരണവുമില്ല. എന്തെന്നാൽ കൂടുതൽ നേടിക്കഴിഞ്ഞിട്ടും ആഗ്രഹം ബാക്കി നിൽക്കും. നേട്ടത്തിനായുള്ള ദാഹം, അത് പണത്തിനാകട്ടെ, അധികാരത്തിനാകട്ടെ, സ്ഥാനമാനങ്ങൾക്കാകട്ടെ, ആഗ്രഹങ്ങൾക്ക് സംതൃപ്തിയേക്കാൾ ഉയർന്ന സ്ഥാനം നൽകിത്തുടങ്ങിയാൽ അത് അപകടത്തിലേക്ക് നയിക്കും. നിങ്ങളുടെ കൂടെയുള്ളവരേക്കാൾ മുകളിൽ എത്തണമെന്ന മോഹം നിങ്ങളെ കഠിനാധ്വാനത്തിലേക്ക് നയിക്കും. എന്നാൽ മതി എന്ന തോന്നൽ ഇല്ലാത്തിടത്തോളം കാലം ജീവിതം ആസ്വാദകരമാകില്ല. സന്തോഷമെന്നാൽ ന്യായമായ നേട്ടങ്ങളിൽ നിന്നും ആഗ്രഹങ്ങളെ മാറ്റി നിർത്തുന്നതാണെന്നൊരു സാമൂഹിക താരതമ്യം പ്രശ്നമാണെന്നും ഇതിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നു. നമുക്ക് കിട്ടാവുന്ന ലാഭം എത്രയായാലും അപായപ്പെടുത്താൻ പാടില്ലാത്ത ചിലതുണ്ട്. പ്രശസ്തി അമൂല്യമാണ്. സ്വാതന്ത്ര്യവും സ്വാശ്രയത്വവും വിലപിടിച്ചതാണ്. കുടുംബവും സുഹൃത്തുക്കളും വിലമതിക്കാനാവാത്തതാണ്. നിങ്ങളെ സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ സ്നേഹം വിലയേറിയതാണ്. സന്തോഷത്തിൻ്റെ മൂല്യം അളക്കാനാവാത്തതാണ്. ഇവയെല്ലാം നിലനിർത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഇവയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് തോന്നുന്ന ആപൽക്കരമായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. അതായത്, എനിക്ക് ആവശ്യത്തിനായി എന്ന് തിരിച്ചറിയുക. എനിക്ക് വേണ്ടത്ര സമ്പാദ്യമായി എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും ശക്തമായ ഉപകരണം വളരെ ലഘുവായ ഒന്നാണ്. ഇവയെ ബാധിക്കത്തക്ക വിധത്തിലുള്ള അപകടങ്ങളൊന്നും നേരിടാതെ തന്നെ അത് നേടാവുന്നതാണ് എന്നതാണ് ഏറ്റവും സന്തോഷകരമായ വാർത്ത. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്